every try block should immediately follows by a catch block. എല്ലാ ട്രൈ ബ്ലോക്കിൻ്റെയും കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാച്ച് വേണം. കാരണം ട്രൈ ബ്ലോക്കിൽ ഉണ്ടാകുന്ന എക്സെപ്ഷൻ ഓബ്ജക്റ്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യണം. എങ്കിലേ കാര്യമുള്ളൂ, എങ്കിലേ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ബട്ട് വി ക്യാൻ ഓൾസോ ഹാവ് മോർ ദാൻ വൺ ക്യാച്ച് വിത്ത് എ സിംഗിൾ ട്രൈ ബ്ലോക്ക്. ഒന്നിൽ കൂടുതൽ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ട്രൈയുടെ കൂടെ ആകാം. എപ്പോഴാണ്? വെൻ എ ട്രൈ ബ്ലോക്ക് മേ ജനറേറ്റ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ്. ഒന്നിൽ കൂടുതൽ ടൈപ്പുള്ള എക്സെപ്ഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ that try block may have more than one catch. ഒന്നിൽ കൂടുതൽ ക്യാച്ചുകൾ ആ ട്രൈ ബ്ലോക്കിന് ആകാം. ഇവിടെ ഇപ്പം ഈ ഒരു ക്ലാസ്സിൽ രണ്ട് എക്സെപ്ഷൻസ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, ഇൻറ്റു ബി സിയിൽ 42/a. എ ഈസ് ദ ലെങ്ത് ഓഫ് ARGS array. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, main method has a single parameter of type string array and this is used to receive command line arguments. Runtime-il നമ്മൾ values എല്ലാം കൊടുത്താൽ ആ values എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ARGS arrayക്കകത്താണ്. സോ ARGS.length വാല്യൂ കൊടുത്താൽ എക്ക് വാല്യൂ ഉണ്ട്, വാല്യൂ കൊടുത്തില്ലെങ്കിൽ എയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ റൺ ടൈമിൽ വാല്യൂ കൊടുക്കുന്നതൊക്കെ നമ്മൾ പിന്നീട് കാണും. നമ്മൾ ലാബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ എക്ക് വാല്യൂ ഉണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമില്ല, വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ അരിത്മെറ്റിക് എക്സെപ്ഷൻ ഉണ്ടാകും. ഇവിടെ ഉണ്ടായാൽ പിന്നെ വേറൊരു എക്സെപ്ഷൻ ഉണ്ടാകുകയില്ല ക്യാച്ച് ചെയ്യാതെ. ഇവിടെ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇല്ലാത്ത C of 42, C എന്ന് പറഞ്ഞ അറേക്കകത്ത് അങ്ങനെ ഒരു ഇൻഡെക്സ് ഇല്ല. ഇല്ലാത്ത ഇൻഡെക്സിലേക്ക് എലമെൻറ്റ് പ്ലേസ് ചെയ്യുക, ഇല്ലാത്ത ഇൻഡെക്സിൽ നിന്ന് എലമെൻറ്റ് റീഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന എക്സെപ്ഷൻ ഓബ്ജക്റ്റ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എന്ന് പറയുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസിൻ്റെ ഓബ്ജക്റ്റാണ് അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇഫ് ആൻ എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ഹാസ് മോർ ദാൻ വൺ നെയിം, ഓൾ നെയിംസ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ എല്ലാ ക്ലാസ് നെയിംസിനും ആ എല്ലാ പേരുകളും ക്യാപിറ്റൽ ആയിരിക്കണം, എല്ലാ ക്ലാസ്സിൻ്റെയും. എക്സെപ്ഷൻ ക്ലാസ് മാത്രമല്ല, പൊതുവെ ജനറൽ റൂളാണത്. ഇപ്പോൾ ഇവിടെ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് ആണ്. ഇവിടെ ഒരു എ കൂടി പോയെന്നുള്ളൂ, ടൈപ്പിംഗ് പ്രോബ്ലമാണ്. അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷന് അറേയുടെ എ ക്യാപിറ്റൽ, I, O, O, B എക്സെപ്ഷൻ. ഇപ്പോൾ രണ്ട് ടൈപ്പ് എക്സെപ്ഷൻസ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ രണ്ട് ക്യാച്ച് ഉപയോഗിച്ചു. ഇതുപോലെ എത്ര ക്യാച്ച് വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു സമയത്ത് എക്സെപ്ഷൻസ് ഉണ്ടാകാൻ ഏതൊക്കെ ഉണ്ടാവുന്ന പോലും അറിയത്തില്ലാത്ത സാഹചര്യങ്ങൾ വരും ലൈവ് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും അവസാനത്തെ സബ് ക്ലാസ്സിൽ നമുക്ക് ടോമോസ്റ്റ് ക്ലാസ് ടൈപ്പ് വേരിയബിൾ കൊടുക്കാം, എക്സെപ്ഷൻ ഇ. അതാകുമ്പം ഏത് ടൈപ്പ് എക്സെപ്ഷനെ അങ്ങോട്ട് റിസീവ് ചെയ്യും, ക്യാച്ച് ചെയ്തോളും. നമ്മൾ നേരത്തെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു, എ സൂപ്പർ ക്ലാസ് ടൈപ്പ് വേരിയബിൾ ക്യാൻ റെഫർ എനി സബ് ക്ലാസ് ഓബ്ജക്റ്റ്. സൂപ്പർ ക്ലാസ് ടൈപ്പിലുള്ള വേരിയബിളിലേക്ക് ഏത് സബ് ക്ലാസിൻ്റെ ഓബ്ജക്റ്റിനെയും റിസീവ് ചെയ്യാൻ പറ്റും, അതിനെ റെഫർ ചെയ്യാൻ പറ്റും. സോ എക്സെപ്ഷൻ എന്ന് പറഞ്ഞ സൂപ്പർ ക്ലാസ് ടൈപ്പിലുള്ള ഒരു വേരിയബിൾ നമ്മൾ ക്യാച്ചിൻ്റെ അകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് സബ് ക്ലാസ് ഓബ്ജക്റ്റിൻ്റെയും, അതായത് ഏത് എക്സെപ്ഷൻ്റെയും ഓബ്ജക്റ്റിനെ അങ്ങോട്ട് ക്യാച്ച് ചെയ്യും. ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് എക്സെപ്ഷൻ ടൈപ്പുള്ള മാത്രമുള്ള ഓബ്ജക്റ്റിനെ ഇങ്ങോട്ട് റിസീവ് ചെയ്യത്തുള്ളൂ. ഇവിടെ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ മാത്രമുള്ള ഓബ്ജക്റ്റിനെ റിസീവ് ചെയ്യത്തുള്ളൂ. ഇത് രണ്ടുമല്ല, മൂന്നാമതൊരു എക്സെപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് രണ്ടിലേക്കും റിസീവ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്ലാസ് ടൈപ്പ് എക്സെപ്ഷൻ ഓബ്ജക്റ്റിൻ്റെ വേരിയബിൾ നമുക്ക് കൊടുക്കാം. അപ്പം വി ക്യാൻ ഹാവ് മോർ ദാൻ വൺ ക്യാച്ച് വിത്ത് എ സിംഗിൾ ട്രൈ ബ്ലോക്ക്. സിമിലർലി വി ക്യാൻ ഓൾസോ ഹാവ് എ നെസ്റ്റഡ് catch with a try block, or we can also have nested try block. നെസ്റ്റഡ് ആയിട്ട് നമുക്ക് ട്രൈയും ക്യാച്ചൊക്കെ എഴുതാം. അതായത് ട്രൈ ബ്ലോക്ക് വേണമെങ്കിൽ നെസ്റ്റഡ് ആക്കാം, ട്രൈ അവിടെ. അപ്പോൾ ഇന്നർമോസ്റ്റ് ട്രൈയുടെ ക്യാച്ച് ഇന്നർമോസ്റ്റ് എഴുതും, അതിന് ശേഷമാണ് അവസാനത്തെ ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ട്രൈയുടെ ക്യാച്ച് ആയിരിക്കും. എൽസ് ഇഫ് ചെയ്യുന്നത് പോലെ തന്നെ, ഇഫ് അതൊക്കെ നമ്മൾ ചെയ്യുന്ന നെസ്റ്റഡ് ഇഫ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും നെസ്റ്റഡ്
ട്രൈ ബ്ലോക്കിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നർമോസ്റ്റ് ട്രൈയുടെ ആയിരിക്കും ഇന്നർമോസ്റ്റ് ആയിട്ട് വരുന്ന ക്യാച്ച്. അതിനുശേഷം ഏറ്റവും ഔട്ടർമോസ്റ്റ് ട്രൈയുടെ ക്യാച്ച് ആയിരിക്കും ഔട്ടർമോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കങ്ങനെ നെസ്റ്റഡ് ട്രൈ ബ്ലോക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പം എവരി ട്രൈ ബ്ലോക്ക് ഹാസ് എ സിംഗിൾ ക്യാച്ച് ബ്ലോക്ക് ആൻഡ് എ ട്രൈ ബ്ലോക്ക് may have more than one catch block. We can also use nested try and catch. The third keyword is called throw. അപ്പോൾ നമ്മൾ രണ്ട് കീവേഡ് നമ്മൾ പഠിച്ചത് ട്രൈയും ക്യാച്ചും. ട്രൈ മോണിറ്റർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് ട്രൈ ബ്ലോക്കിലാക്കുന്നു. അത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ക്യാച്ചിൻ്റെ അകത്തേക്ക് ഉണ്ടാകുന്നതിനെ ക്യാച്ച് ചെയ്തു. മൂന്നാമത്തെ കീവേഡാണ് ത്രോ. ത്രോ ഈസ് യൂസ് ടു ത്രോ ആൻ എക്സെപ്ഷൻ ഓബ്ജക്റ്റ് മാനുവലി ഓർ എക്സ്പ്ലിസിറ്റ്ലി. മനഃപൂർവ്വം ഇല്ലാത്ത ഒരു സ്ഥലത്ത് മാനുവലായിട്ട് യൂസർ തന്നെ ഒരു എക്സെപ്ഷൻ ഓബ്ജക്റ്റിനെ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ത്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണ് ത്രോ. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും. കാര്യം ഉള്ള എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മളിത് പഠിക്കുന്നതും ചെയ്യുന്നത്. അപ്പോൾ ഇല്ലാത്തടത്ത് എന്തിനാണ് നമ്മൾ പിന്നെ ഉണ്ടാക്കിയിടുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ആക്ച്വലി ദിസ് ഈസ് യൂസ് ടു ഡീബഗ് കോഡ് ഡീബഗിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ ലൈവായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ പതിനായിരക്കണക്കിന് സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളറിയാവുന്ന ഏതെല്ലാം എക്സെപ്ഷൻ ഹാൻഡിലിംഗ് നമ്മൾ നടത്തിയാലും ഏതെങ്കിലും സമയത്ത് നമുക്ക് എവിടെയെങ്കിലും തന്നെത്താനെ പ്രോഗ്രാം ചിലപ്പം എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്തു പോയാൽ നമുക്ക് പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. എവിടെയാ എക്സെപ്ഷൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് നമുക്കറിയാനായിട്ട് എളുപ്പമല്ല. പല മൊഡ്യൂളുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്, പലരും ചെയ്തതാണ്. ഇതെവിടെ ഉണ്ടായെന്നുള്ളത് അത്ര എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഇപ്പം 1000 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ എവിടെയാണ് ഈ ഉണ്ടാകുന്ന റൺ ടൈം എറർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇല്ലാത്തടത്ത് എക്സെപ്ഷൻ ത്രോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 1000 സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ റൺ ടൈം എക്സെപ്ഷൻ ഉണ്ടാകുന്നുണ്ട്, പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്തു പോകുന്നു, പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. ഉടനെ നമ്മൾ ഒരു എക്സെപ്ഷൻ ഓബ്ജക്റ്റ് യൂസർ ഒരു എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ത്രോ ചെയ്യുന്നു. ഇവിടെ ഇപ്പം നോക്കിക്കേ, 2 ടൈപ്പ് എക്സെപ്ഷൻ ഓബ്ജക്റ്റിനെ ഒരു യൂസർക്ക് ത്രോ ചെയ്യാം യൂസിങ് ത്രോ കീവേഡ്. ഒന്ന്, പ്രീ ഡിഫൈൻഡ് ക്ലാസിൻ്റെ ഒരു ഓബ്ജക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഓപ്പറേറ്റർ വെച്ചാൽ മതി. ഇവിടെ കണ്ടോ, ത്രോ ന്യൂ ഓപ്പറേറ്റർ എന്താണ്, മെമ്മറി ഡൈനാമിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യും. അരിത്മാറ്റിക് എക്സെപ്ഷനെ കൺസ്ട്രക്ടറിനെയും കോൾ ചെയ്തു. അപ്പം മെമ്മറി അലൊക്കേഷൻ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കൺസ്ട്രക്ടറും കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ അരിത്മാറ്റിക് എക്സെപ്ഷൻ്റെ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഓബ്ജക്റ്റിനെയാണ് ഇവിടെ ത്രോ ചെയ്തേക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ. എവരി എക്സെപ്ഷൻ ക്ലാസ് ഹാസ് 2 ടൈപ്പ് കൺസ്ട്രക്ടേഴ്സ്. 2 ടൈപ്പ് കൺസ്ട്രക്ടറാണ് എല്ലാ എക്സെപ്ഷൻ ക്ലാസ്സിനും ഉള്ളത്. ഒന്ന് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വിത്തൗട്ട് പാരാമീറ്റർ, രണ്ടാമത്തേത് പാരാമീറ്റർ വിത്ത് എ സ്ട്രിങ്. പാരാമീറ്റർ ഇല്ലാത്ത കൺസ്ട്രക്ടറും ഒരു സ്ട്രിങ് പാരാമീറ്റർ ആയിട്ടുള്ള കൺസ്ട്രക്ടറുമാണ് എല്ലാ എക്സെപ്ഷൻ ക്ലാസ്സിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കൺസ്ട്രക്ടർ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ രണ്ടാമത്തെ കൺസ്ട്രക്ടർ ഉപയോഗിച്ചു, അതിൻ്റെ അകത്ത് സ്ട്രിങ് കൊടുത്തു നോട്ട് വാലിഡ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നിലവിലുള്ള അരിത്മാറ്റിക് എക്സെപ്ഷൻ എന്ന് പറയുന്ന പ്രീ ഡിഫൈൻഡ് ക്ലാസിൻ്റെ ഓബ്ജക്റ്റിനെ ന്യൂ ഓപ്പറേറ്റർ വെച്ച് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കൺസ്ട്രക്ടറോടെ കോൾ ചെയ്തപ്പോൾ ഓബ്ജക്റ്റ് ക്രിയേഷൻ നടന്നു. ആ ഓബ്ജക്റ്റിനെ നേരിട്ട് ത്രോ ചെയ്യിപ്പിച്ചു. പ്രത്യേകിച്ച് അതിനെ പേര് കൊടുത്ത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അരിത്മാറ്റിക് എക്സെപ്ഷൻ എ ഈസ് ഈക്വൽ ടു ന്യൂ അരിത്മാറ്റിക് എക്സെപ്ഷൻ എന്നിട്ട് ത്രോ എ അങ്ങനെ കൊടുക്കാം. ഇവിടെ ഇപ്പം പേര് കൊടുത്ത് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല, പിന്നീട് ഉപയോഗിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പേരൊന്നും കൊടുക്കാതെ ചുമ്മാ ത്രോ ചെയ്തു, ത്രോ ന്യൂ അരിത്മാറ്റിക് എക്സെപ്ഷൻ. ഇപ്പോൾ ഇവിടെ എക്സെപ്ഷൻ ഒക്കർ ചെയ്തു, ക്യാച്ച് ചെയ്യുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട്. ഇപ്പം ഇതുപോലെ വേണമെങ്കിൽ എപ്പോൾ വേണേലും നമുക്ക് ത്രോ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ 1000 സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു 500 സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാനിവിടെ മനഃപൂർവ്വം ഇതുപോലെ ത്രോ ചെയ്യിപ്പിക്കുന്നു, അതിനെ തന്നെ ക്യാച്ചും ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതായത്
ഇവിടെ നമുക്ക് വേണമെങ്കിൽ ക്യാച്ച് അരിത്മാറ്റിക് എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യുന്നു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്യും. യൂസർ ഇതുപോലെ ചെയ്യുമ്പോഴത്തേനും അതിനെ നമ്മളവിടെ പ്രിന്റും കൂടെ ചെയ്യും. അപ്പോൾ ഇവിടെ നോട്ട് വാലിഡ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കിട്ടുന്നതെങ്കിൽ അതെങ്ങനെയാണെന്നുള്ള അടുത്ത എക്സാമ്പിളിൽ പറയുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് അതിന് മുമ്പ് വേറെ എക്സെപ്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മുടെ എക്സെപ്ഷൻ നമ്മൾ യൂസർ ത്രോ ചെയ്ത എക്സെപ്ഷൻസ് അവിടെ ഡിസ്പ്ലേ ചെയ്താൽ അതിൻ്റെ അർത്ഥം അതിന് മുമ്പ് വേറെ എക്സെപ്ഷൻ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത് അവിടെ ഡിസ്പ്ലേ ആകുകയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം 500 കഴിഞ്ഞിട്ടാണ്. ഉടനെ നമ്മൾ ഇതിനെ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒരു 10, 700, 800 കഴിഞ്ഞിട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു, റൺ ചെയ്യുന്നു. അതവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് മുമ്പില്ലാതെ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കി കട്ട് ചെയ്ത് നമുക്ക് ഏകദേശം എവിടെയാണ് ഈ റൺ ടൈം എറർ ഉണ്ടായത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു കോഡ് ഡീബഗിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ത്രോ ഉപയോഗിക്കുന്നത്. അല്ലാതെ വെറുതെ ആവശ്യമില്ലാത്തവർക്ക് എക്സെപ്ഷൻ ഉണ്ടാക്കി ഇടാനല്ല, ത്രോ ചെയ്യിപ്പിക്കാനില്ല. കോഡ് ഡീബഗിങ് വരുമ്പോഴത്തേനും ഇല്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടിട്ട് നമ്മൾ ചെയ്യുന്നു. ഇവിടെ ഇപ്പം യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണ്. എക്സെപ്ഷൻ ക്ലാസിൻ്റെ സബ് ക്ലാസ് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഇവിടെ നോക്കിക്കേ, ക്ലാസ് മൈ എക്സെപ്ഷൻ എക്സ്റ്റെൻസ് എക്സെപ്ഷൻ. മൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ എക്സെപ്ഷൻ ക്ലാസ് ആണ്. നിലവിലുള്ള എക്സെപ്ഷൻ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിൻ്റെ സബ് ക്ലാസ് ആയതുകൊണ്ട് ഇത് എക്സെപ്ഷൻ ക്ലാസ്സാണ്. ഇപ്പം എല്ലാ എക്സെപ്ഷൻ ക്ലാസ്സിനും 2 കൺസ്ട്രക്ടറാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഡിഫോൾട്ട്, രണ്ടാമത്തെ കൺസ്ട്രക്ടർ വിത്ത് സ്ട്രിങ്. അപ്പോൾ മൈ എക്സെപ്ഷൻ ക്ലാസ്സിനും രണ്ടാമത്തെ കൺസ്ട്രക്ടർ സ്ട്രിങ് MSG. ഇപ്പം ഞാനത് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു സ്ട്രിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിൻ്റെ ഈ MSG എന്ന് പറയുന്ന കൊടുക്കുന്ന വാല്യൂ ആ പറയുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾ അല്ലെങ്കിൽ ആ പറയുന്ന അതിൻ്റെ വാല്യൂ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യപ്പെടേണ്ടത് എവിടെയാണ്? എക്സെപ്ഷൻ ക്ലാസ്സാണ്. ഇവത്തിൽ നിന്ന് കിട്ടിയതാണിത്. അതുകൊണ്ട് തന്നെ ഞാനത് വാല്യൂ സൂപ്പർ വെച്ച് കൊടുത്ത് അങ്ങോട്ട് വിടുന്നേ ഉള്ളൂ. വേറെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പം സബ് ക്ലാസ്സിൻ്റെ നമ്മുടേതായ യൂസർ ഡിഫൈൻഡ് ക്ലാസ് എന്ന് പറയുന്നത് എക്സെപ്ഷൻ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൺസ്ട്രക്ടറിൽ നമ്മൾ സ്ട്രിങ് പാരാമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നു. സൂപ്പർ ഉപയോഗിച്ച് അതങ്ങ് പാസ് ചെയ്തേക്കുന്നു സൂപ്പർ ക്ലാസ്സിലേക്ക്. നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇത്രയും ചെയ്താൽ നമ്മൾ നമ്മുടേതായ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് മൈ എക്സെപ്ഷൻ എക്സ്റ്റെൻസ് എക്സെപ്ഷൻ. മൈ എക്സെപ്ഷൻ്റെ കൺസ്ട്രക്ടർ നമ്മൾ എഴുതുന്നു. സ്ട്രിങ് ടൈപ്പിലുള്ള പാരാമീറ്റർ നമ്മൾ കൊടുക്കുന്നു. ആ പാരാമീറ്ററിനെ സൂപ്പർ ക്ലാസ്സിലേക്ക് പാസ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സെപ്ഷൻ്റെ ഓബ്ജക്റ്റ് ഇവിടെ നോക്കിക്കേ. ഈ ക്ലാസ്സിൻ്റെ ഞാനിവിടെ ത്രോ ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. ത്രോ ന്യൂ മൈ എക്സെപ്ഷൻ ഫ്രം മീ. സ്ട്രിങ് ഞാൻ കൊടുക്കുന്നത് ഫ്രം മീ. ഉണ്ടോ? ഇപ്പോൾ ഒരു 500 സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതങ്ങ് ഈ എക്സെപ്ഷൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങ് കൊടുക്കുവാണ്. ത്രോ ന്യൂ മൈ എക്സെപ്ഷൻ ഫ്രം മീ. ക്യാച്ച് ചെയ്യുന്നു, അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഫ്രം മീ എന്നുള്ള മെസ്സേജ് കണ്ടാൽ അതിൻ്റെ അർത്ഥം അതിന് മുമ്പ് വേറെ എക്സെപ്ഷൻ ഇല്ല, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു 800 സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇത് മറ്റേ പഴയ 500 പഴയ സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. വീണ്ടും കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുന്നു. ഇത് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അതിന് മുമ്പ് വേറെ ഇല്ല, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ കട്ട് ആൻഡ് പേസ്റ്റ് നടത്തി നമുക്ക് ഏകദേശം എവിടെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ത്രോ ഈസ് യൂസ്ഡ് ടു ത്രോ എ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ മാനുവലി ഓർ എക്സ്പ്ലിസിറ്റ്ലി. അതാണ് ത്രോയുടെ ഉപയോഗം. ദ ഫോർത്ത് കീവേഡ് ഈസ് ത്രോസ്. ത്രോസ് എന്ന് പറയുമ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യം, എക്സെപ്ഷൻസ് ക്യാൻ ബി ജനറലി ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ്. 2 ടൈപ്പ് എക്സെപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ചെക്ക്ഡ് എക്സെപ്ഷൻ, രണ്ടാമത്തെ ടൈപ്പ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. ചെക്ക്ഡ് എക്സെപ്ഷൻസ് ആൻഡ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. ചെക്ക് ചെയ്യുന്ന എക്സെപ്ഷൻസ് ഉണ്ട്, ചെക്ക് ചെയ്യപ്പെടാത്തതുണ്ട്. അപ്പോൾ എന്താണ് ഈ ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്യപ്പെടാത്തത് എന്നുള്ളത്? അതായത് ഒരു ആപ്ലിക്കേഷൻ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ കമ്പൈൽ ടൈമിൽ സിൻടാക്സ് എറേഴ്സ് ആണ് നോക്കാറുള്ളൂ. സിൻടാക്സ് എറേഴ്സ് ഉണ്ടെങ്കിൽ കമ്പൈലർ സിൻടാക്സ് എറേഴ്സ് കാണിക്കും. പക്ഷേ ചില സമയത്ത് കമ്പൈലർ അതോടൊപ്പം വേറൊരു കാര്യം കൂടെ, ചില സമയത്തല്ല, കമ്പൈൽ ടൈമിൽ
കമ്പൈലർ വേറൊരു കാര്യം കൂടെ, ചില ടൈപ്പ് എക്സെപ്ഷൻസ് ഒക്കർ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ചില ടൈപ്പ് എക്സെപ്ഷൻസ്, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ, ഇങ്ങനെയുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് കമ്പൈലർ ചെക്ക് ചെയ്യും. കുറച്ച് ടൈപ്പ് എക്സെപ്ഷൻസ് ഉണ്ട്, കുറേ എക്സെപ്ഷൻസ്, അതുണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അല്ലാത്ത ബാക്കിയുള്ളത് ഉണ്ടാവുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നില്ല. അപ്പം കുറച്ച് ടൈപ്പ് എക്സെപ്ഷൻസ് ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ അകത്ത്, മെത്തേഡിലാണല്ലോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാറുള്ളൂ, ഒന്നെങ്കിൽ മെയിൻ മെത്തേഡ് ഇല്ലെങ്കിൽ വേറെ മെത്തേഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ അകത്ത് ചില ടൈപ്പ് എക്സെപ്ഷൻസ് ഒക്കർ ചെയ്യുന്നുണ്ടോ എന്ന് കമ്പൈലർ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു പക്ഷപാതമുണ്ട് കമ്പൈലറിന്. അങ്ങനെയുള്ള ചെക്ക് ചെയ്യപ്പെടുന്ന ഉണ്ടാവുന്നുണ്ടോ എന്ന് കമ്പൈലർ ചെക്ക് ചെയ്യുന്ന ചില ടൈപ്പ് എക്സെപ്ഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ചെക്ക്ഡ് എക്സെപ്ഷൻസ്. എന്നാൽ ബാക്കി കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. അരിത്മാറ്റിക് എക്സെപ്ഷൻ, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ, ഇങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട്. അതുണ്ടായാൽ ഉണ്ടാകാതിരിക്കാനായിട്ട് അത് നോക്കിക്കോണം, അല്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡിലിംഗ് നടത്തിക്കോണം. പക്ഷേ ഉണ്ടാവുമെന്നുള്ളത് ആര് നോക്കുന്നില്ല, കമ്പൈലർ ഒട്ടും നോക്കുന്നുമില്ല. അപ്പം അങ്ങനെയുള്ള എക്സെപ്ഷനെ വിളിക്കുന്ന പേരാണ് അൺചെക്ക്ഡ് എക്സെപ്ഷൻ. ഇപ്പോൾ രണ്ട് ടൈപ്പ് എക്സെപ്ഷൻസ് ഉണ്ട്, ചെക്ക്ഡ് എക്സെപ്ഷൻ ഉണ്ട്, അൺചെക്ക്ഡ് എക്സെപ്ഷൻ ഉണ്ട്. ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ആ ടൈപ്പ് എക്സെപ്ഷൻസ് ഏതെങ്കിലും ഒരു കോഡ് സീക്വൻസിന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്ന് കമ്പൈലർ തന്നെ ആദ്യമേ നോക്കും. അല്ല, നമ്മൾ മോണിറ്റർ ചെയ്യുന്നതിന് മുമ്പേ കമ്പൈൽ ടൈമിൽ തന്നെ കമ്പൈലർ നോക്കും ആ ടൈപ്പ് എക്സെപ്ഷൻസ് ഏതെങ്കിലും കൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ. അങ്ങനെ ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ള എക്സെപ്ഷന് ചെക്ക്ഡ് എക്സെപ്ഷനും. അല്ലാത്ത എക്സെപ്ഷൻസിനെ കമ്പൈലർ ഉണ്ടാവും നോക്കത്തൊന്നുമില്ല. ഉണ്ടായാൽ അത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആകാതിരിക്കാൻ വേണ്ടി നമ്മളത് ഹാൻഡിൽ ചെയ്യണം. ഉണ്ടായില്ലെങ്കിൽ ഇല്ല, അത് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് എക്സെപ്ഷൻസ് ആണുള്ളത്. ഇനി ചെക്ക്ഡ് ടൈപ്പിലുള്ള എക്സെപ്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്ന് കമ്പൈലർ നോക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ചാൻസ് ഉണ്ട് എങ്കിൽ either that exception should be caught inside that statement. ഒന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിടത്ത് അതിനെ ക്യാച്ച് ചെയ്തിരിക്കണം, ട്രൈ ബ്ലോക്കും ക്യാച്ച് ഉപയോഗിച്ച് ചെയ്യണം. ഇനി അതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ that method should inform the callers regarding the exceptions that may occur using throws. അങ്ങനെ ട്രൈ ബ്ലോക്കോ ക്യാച്ചും ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ എക്സെപ്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് കമ്പൈലർ കാണുകയും ചെയ്താൽ ഉടനെ കമ്പൈലർ പിന്നെ നോക്കുന്നത് ആ മെത്തേഡിൻ്റെ അകത്ത് ആ മെത്തേഡിനെ കോൾ ചെയ്യുന്ന കോളേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടോ. സിഗരറ്റ് പാക്കറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അതൊരു വാണിംഗ് ആണ്, ഇങ്ങനെ വാൺ ചെയ്യണം. മദ്യത്തിൻ്റെ കുപ്പിയിൽ എഴുതിയിട്ടുണ്ട് ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അപ്പം കൊടുക്കാനുള്ള വാണിംഗ് കൊടുക്കുന്നു, പിന്നെ മേടിച്ച് കുടിക്കുകയോ വലിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ചത്താലും ചത്തില്ലേലും ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങളുടെ കാര്യമല്ല, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. അതാണ് ആ വാണിംഗ്. എന്ന് പറയുന്ന പോലെ തന്നെ ചെക്ക്ഡ് എക്സെപ്ഷൻ ഒക്കർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടോ എന്ന് കമ്പൈലർ ആദ്യമേ നോക്കും. പിന്നെ കമ്പൈലർ ഉണ്ടെങ്കിൽ അതിനെ അവിടെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ. അതുമില്ല എങ്കിൽ ഉടനെ നോക്കും അതുണ്ടാകുന്ന ഏത് മെത്തേഡിൻ്റെ അകത്താണ്, ആ മെത്തേഡിൻ്റെ അകത്ത് വാണിംഗ് കൊടുത്തിട്ടുണ്ടോ ഈ എക്സെപ്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വാണിംഗ് കൊടുത്താൽ അതിൻ്റെ അകത്ത് ഉണ്ടായാൽ നിങ്ങൾ ചെയ്തോണം, ഹാൻഡിൽ ചെയ്തോണം, പറയാനുള്ളത് പറഞ്ഞു, അതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വാണിംഗ് കൊടുക്കണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ അതവിടെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഈ രണ്ടും നിർബന്ധമുണ്ട്. അപ്പം അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ആണ് ചെക്ക്ഡ് എക്സെപ്ഷൻസ് ആണ്. അങ്ങനെയുള്ള ചെക്ക്ഡ് എക്സെപ്ഷൻസ് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ള മെത്തേഡിൻ്റെ അകത്ത് ഒന്നെങ്കിൽ അത് ഹാൻഡിൽ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ആ മെത്തേഡ് വാൺ ചെയ്യണം, ആ മെത്തേഡിൻ്റെ കോളേഴ്സിനെ വാൺ ചെയ്യണം. എന്നെ കോൾ ചെയ്താൽ ഇന്ന എക്സെപ്ഷൻസ് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഉണ്ടായാൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്തോണം, നിങ്ങളിത് ക്യാച്ചൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തോണം, ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെയുള്ള വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് ത്രോസ്. അപ്പോൾ ത്രോസ് എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ അകത്ത് എക്സെപ്ഷൻ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചെക്ക്ഡ് ടൈപ്പ് എക്സെപ്ഷൻസ് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് അത് ഹാൻഡിൽ ചെയ്തിട്ടുമില്ല എങ്കിൽ ആ മെത്തേഡ് അതിനെ കോൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊരു വാണിംഗ് കൊടുക്കണം. ആ മെത്തേഡിൻ്റെ അകത്തുണ്ടാകുന്ന ഉണ്ടാകാൻ ചാൻസ് ഉള്ള എക്സെപ്ഷൻസിനെ കുറിച്ചുള്ളൊരു വാണിംഗ് കൊടുക്കണം.
അത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണ് ത്രോസ്. So by definition we can say that if a method is capable of throwing an exception that it does not handle, then that method should inform the callers about the exceptions that may occur using throws. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ അകത്ത് ചെക്ക്ഡ് ടൈപ്പ് എക്സെപ്ഷൻസ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അത് ഹാൻഡിൽ ചെയ്യാത്ത എക്സെപ്ഷൻസ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അത് ആ മെത്തേഡിൻ്റെ കോളേഴ്സിനെ ആ എക്സെപ്ഷൻസിനെ കുറിച്ച് ഇൻഫോം ചെയ്യണം. അങ്ങനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് ത്രോസ്. 2 ടൈപ്പ് എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതൊന്ന് അരിത്മെറ്റിക് എക്സെപ്ഷൻ, നമ്മൾ പറഞ്ഞ ക്ലാസ്സാണ്. ഡിവിഷൻ ബൈ 0 എറർ, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. അറേയായിട്ട് ബന്ധപ്പെട്ട ബൗണ്ടറി മാറുമ്പോൾ. അറേ സ്റ്റോർ എക്സെപ്ഷൻ, ഇൻകോമ്പാറ്റബിൾ ടൈപ്പ് വാല്യൂസ് അറേയിലേക്ക് സ്റ്റോർ ചെയ്യാൻ നോക്കുമ്പോൾ, ഇൻറ്റീജറിലേക്ക് സ്ട്രിങ്ങിലേക്ക് അങ്ങനെ ഇൻറ്റീജർ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സെപ്ഷനാണ്. ഇല്ലീഗൽ ആർഗ്യുമെൻറ്റ്, പാരാമീറ്റർ പാസ് ചെയ്യുമ്പോൾ ഇല്ലീഗലായിട്ടുള്ള ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുക. നൾ പോയിൻ്റർ എക്സെപ്ഷൻ, ക്ലാസ് ടൈപ്പ് വേരിയബിളിലേക്ക് ഓബ്ജക്റ്റ് അസൈൻ ചെയ്യാതെ അത് ഓബ്ജക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ അത് നള്ളാണ് വാല്യൂ. ഓബ്ജക്റ്റ് ഇല്ലാത്ത എല്ലാ റെഫറൻസ് വേരിയബിളിൻ്റെ വാല്യൂ ഡിഫോൾട്ട് നള്ളാണ്. അപ്പോൾ അത് ഓബ്ജക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ അത് നൾ പോയിൻ്റർ എക്സെപ്ഷൻ ഒക്കെ ചെയ്യും. നമ്പർ ഫോർമാറ്റ് എക്സെപ്ഷൻ, ഇൻവാലിഡ് കൺവേർഷൻ ഓഫ് സ്ട്രിങ് ടു ന്യൂമറിക് ഫോർമാറ്റ്. നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ ലാബ് ചെയ്യുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ പഠിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രിങ്സിനെ ഇൻറ്റീജറും ഡബിളും ഫ്ലോട്ടും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റാനായിട്ടുള്ള കൺവേർഷൻസ് ഉണ്ട്. അത് കറക്റ്റ് അല്ലെങ്കിൽ വാല്യൂസ് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ എക്സെപ്ഷൻ ഉണ്ടാകും. സെക്യൂരിറ്റി എക്സെപ്ഷൻ ഉണ്ട്. സ്ട്രിങ്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണും സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. സ്ട്രിങ്ങിനും അതിൻ്റെതായ ഇൻഡെക്സുകളൊക്കെ ഉണ്ട്. അപ്പം ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ആ സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സും അവിടുന്ന് മാറാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ എക്സെപ്ഷൻ ക്ലാസ്സുകളൊക്കെ അൺചെക്ക്ഡ് എക്സെപ്ഷനാണ്. ഇരിക്കാൻ യൂസർ നോക്കിക്കൊള്ളുക, ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് കമ്പൈലർ ചെക്ക് ചെയ്യുന്ന വിഷയമില്ല. എന്നാൽ ഈ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക്ഡ് എക്സെപ്ഷനാണ്. ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, ഏതെങ്കിലും ക്ലാസ് എവിടെയെങ്കിലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇല്ലാത്ത ക്ലാസ് കാണുന്നില്ല, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ക്ലാസ് ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് കമ്പൈലർ ആദ്യമേ കമ്പൈൽ ടൈമിലെ കമ്പൈലർ ശ്രദ്ധിക്കും. ഉള്ള ക്ലാസ്സിനാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇല്ലീഗൽ ആക്സസ് ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് ആക്സസ് ചെയ്യുന്നുണ്ടോ, ഇൻസ്റ്റാൻസിയേഷൻ, ഇൻ്റർഫേസിൽ നിന്നും അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൽ നിന്ന് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയേല നമ്മൾ കണ്ടു. അപ്പോൾ അത് ഉപയോഗിച്ച് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അതാ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൻസിയേഷൻ എക്സെപ്ഷൻ. ത്രെഡ് നമ്മൾ പഠിക്കുക, ത്രെഡിൻ്റെ അകത്തുള്ള ഇൻറ്ററപ്റ്റഡ് റണ്ണിങ് ത്രെഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, ഫീൽഡിൽ ഡാറ്റാബേസ് ഉപയോഗിക്കുമ്പോഴത്തേനും നോൺ സച്ച് ഫീൽഡ്, അങ്ങനെ ഇല്ലാത്ത മെത്തേഡ് ഉപയോഗിക്കുക. മെയിൻ മെത്തേഡ് നിങ്ങൾ ക്യാപിറ്റൽ എമ്മോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ അത് കമ്പൈലർ അത് കാണിക്കും. അപ്പം ഇങ്ങനെ ഈ ടൈപ്പ് എക്സെപ്ഷൻസ് എല്ലാം ചെക്ക്ഡ് എക്സെപ്ഷൻ്റെ കേസിൽ വരുന്ന എക്സെപ്ഷൻസ് ആണ്. അപ്പം ഇങ്ങനെ ചെക്ക്ഡ് എക്സെപ്ഷൻസ് ആണെങ്കിൽ ഒന്നെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ത്രോസ് ഉപയോഗിക്കണം. അൺചെക്ക്ഡ് ആണെങ്കിൽ അത് ത്രോസ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്തു പോകും. ചെക്ക്ഡ് എക്സെപ്ഷൻ്റെ കേസിൽ കമ്പൈൽ ടൈമിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും, നമ്മൾ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പം ഇവിടെ നോക്കിക്കേ ഒരു എക്സാമ്പിൾ. ഇവിടെ ഞാൻ മനഃപൂർവ്വം ഒരു ചെക്ക്ഡ് എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ മെത്തേഡിൻ്റെ അകത്ത് മെത്തേഡ് ത്രോ ന്യൂ IO എക്സെപ്ഷൻ. IO എക്സെപ്ഷൻ എന്ന് പറയുന്നത് ചെക്ക്ഡ് എക്സെപ്ഷൻ ആണ്. നമ്മൾ IO സ്ട്രീം പഠിക്കുമ്പോൾ നമ്മൾ കാണും. മനഃപൂർവ്വം ഒരെണ്ണം ത്രോ ചെയ്യിപ്പിക്കുകയാണ്. ത്രോ ന്യൂ IO എക്സെപ്ഷൻ. ഇപ്പോൾ ഇവിടെ IO എക്സെപ്ഷൻ ഒബ്ജക്റ്റ് ഏതാണേലും ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷേ ഈ മെത്തേഡിൻ്റെ അകത്ത് അത് ഹാൻഡിൽ ചെയ്തിട്ടില്ല, ഉണ്ടോ? ട്രൈ ബ്ലോക്കും ക്യാച്ചൊന്നുമില്ല. പക്ഷെ ഇവിടെ ഉറപ്പായിട്ടും ഒരു ചെക്ക്ഡ് എക്സെപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഈ മെത്തേഡ് ഇൻഫോം ചെയ്തിട്ടുണ്ട് ത്രോസ് IO എക്സെപ്ഷൻ. ഈ എന്നെ കോൾ ചെയ്താൽ IO എക്സെപ്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നിവിടെ ത്രോസ് ഉപയോഗിച്ച് കോളേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കമ്പൈലർ ഹാപ്പിയായി. മെത്തേഡ് എന്ത് ചെയ്തു, അതിൻ്റെ അകത്തുണ്ടാകുന്ന ചെക്ക്ഡ് എക്സെപ്ഷനെ കുറിച്ച് ത്രോസ് ഉപയോഗിച്ച് ഇൻഫോം ചെയ്തു. ഇനി
അത് കോൾ ചെയ്യുന്നവരുടെ ഡ്യൂട്ടിയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക. കോൾ ചെയ്യുന്നത് മെയിൻ മെത്തേഡിൽ അതിനെ കോൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ട്രൈ ബ്ലോക്കിലാക്കി. കോളറാണ് പിന്നെ ട്രൈ ബ്ലോക്ക് ഉപയോഗിച്ച് അതിനെ ക്യാച്ച് ചെയ്യേണ്ടത്. അല്ല, മെത്തേഡിൻ്റെ ജോലി അവിടെ തീർന്നു. വാണിംഗ് കൊടുക്കാനുള്ള കൊടുത്തു. അതാണ് നാലാമത്തേതാണ് ത്രോസ്. And the last keyword ആണ് finally. This finally block is used to execute very important codes such as database connection or closing networks or IO streams, etc. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നെങ്കിൽ ഡേറ്റാബേസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അതർ നെറ്റ്വർക്ക്സ് ആയിരിക്കാം, IO സ്ട്രീംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് എക്സെപ്ഷൻ ഉണ്ടായി പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റാബേസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രോഗ്രാം ക്ലോസ് ആയി ആ ഡേറ്റാബേസ് എറർ സംഭവിക്കാം. ഇപ്പോൾ തേർഡ് പാർട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു അടുത്ത വീട്ടിൽ നിന്ന് സാധനം നമ്മൾ മേടിച്ചാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് നമ്മളുടെ വീട്ടിലെ സാധനത്തെക്കാരും കൂടുതൽ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കണം, ഒരു കുഴപ്പമില്ലാതെ. അപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യും എന്ന് പറഞ്ഞ പോലെ തേർഡ് പാർട്ടി റിസോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ തിരിച്ച് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് എക്സെപ്ഷൻ ഉണ്ടായി അതുകൊണ്ട് പോയി എന്നൊന്നും പറയാൻ പറ്റുകയില്ല. സാധനം മേടിച്ചിട്ട് അത് പൊട്ടിപ്പോയെന്ന് പറയുന്നത് വളരെ മോശം എന്ന് പറഞ്ഞാലും. അപ്പം ഇങ്ങനെയുള്ള കോഡുകൾ ഡേറ്റാബേസ് ക്ലോസ് ചെയ്യുക, IO സ്ട്രീംസ് ക്ലോസ് ചെയ്യുക, ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് അതെല്ലാം ക്ലോസ് ചെയ്യുന്ന ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നിർബന്ധമായിട്ടും അത് ക്ലോസ് ചെയ്യണം. ഇപ്പം എക്സെപ്ഷൻ ഉണ്ടായില്ലയോ എന്നുള്ളതല്ല, ഉണ്ടായില്ലേലും ഇങ്ങനെയുള്ള ചില ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് നിർബന്ധമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. So, this type of statements, some statements should execute regardless of any exceptions. എക്സെപ്ഷൻസിനെ കൺസിഡർ ചെയ്യാതെ നിർബന്ധമായിട്ടും എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ട ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. എക്സെപ്ഷൻ ഉണ്ടായാലും ഉണ്ടായില്ലേലും അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്ന ബ്ലോക്കാണ് ഫൈനലി. സോ ഫൈനലി ബ്ലോക്ക് ഈസ് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് that should execute regardless of any exceptions that may occur. ചെയ്യാൻ ചാൻസ് ഉള്ള ഏത് എക്സെപ്ഷനേക്കാളും ഉപരിയായിട്ട് നിർബന്ധമായിട്ടും എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്ന ബ്ലോക്കാണ് ഫൈനലി. അപ്പോൾ സാധാരണ രീതിയിൽ അപ്പോൾ നമ്മൾ ഓർക്കുന്ന പിന്നെ എല്ലാം ഫൈനലി കൊടുത്താൽ പോരെന്ന്, അങ്ങനെയല്ല. ഫൈനലി എന്ന് സാധാരണ എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്നു, ക്യാച്ച് ചെയ്യാനുള്ള ക്യാച്ച് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. എന്നിട്ടും ലാസ്റ്റ് നമ്മളൊന്നും കൂടെ ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ പോലും നിർബന്ധമായിട്ട് ഇതെങ്കിലും ചെയ്തിരിക്കണം എന്ന് നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം നമ്മൾ ഫൈനലി കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ട്രൈ ബ്ലോക്കിൻ്റെ അകത്ത് ചെയ്തു എൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നെൽ പോയിൻ്റർ എക്സെപ്ഷൻ ഏതെങ്കിലും ഒരു എക്സെപ്ഷൻ ഉണ്ടായാൽ പോലും ക്യാച്ച് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും ഫൈനലിക്കകത്തുള്ളത്. സോ യൂഷ്വലി എ ട്രൈ ബ്ലോക്ക് മേ ഹാവ് എ ക്യാച്ച് ബ്ലോക്ക്. സാധാരണ ഒരു ട്രൈക്ക് ഒരു ക്യാച്ചാണ് ഉള്ളത്. ഇനി ക്യാച്ച് ഇല്ലെങ്കിൽ പോലും ക്യാച്ച് എഴുതിയില്ലെങ്കിൽ പോലും ട്രൈ കഴിയുമ്പോഴത്തേനും ഒരു ഫൈനലി ആണേലും മതി, ക്യാച്ചിന് പകരമല്ല. ക്യാച്ച് ചെയ്തില്ലെങ്കിൽ പോലും ഫൈനലി ബ്ലോക്കിലുള്ളത് നിർബന്ധമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ സിൻറ്റാക്സ് എറർ കാണിക്കുകയില്ല. സാധാരണ ട്രൈയുടെ കൂടെ ക്യാച്ച് ഇല്ലെങ്കിൽ സിൻറ്റാക്സ് എറേഴ്സ് കാണിക്കും കമ്പൈലർ. ക്യാച്ച് ഇല്ലെങ്കിൽ ഒരു ഫൈനലി ബ്ലോക്ക് ഉണ്ടെങ്കിൽ കമ്പൈലർ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ക്യാച്ചിന് പകരമല്ല ഫൈനലി, ക്യാച്ച് ഇല്ലെങ്കിലും ഫൈനലി ആണെങ്കിലും മതി. അപ്പം അതുകൊണ്ട് ഫൈനലി എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ട ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത് ബ്ലോക്കാണ് ഫൈനലി ബ്ലോക്ക്. അപ്പോൾ നമ്മൾ 5 കീവേഡ്സ് നമ്മൾ കണ്ടു. ട്രൈ ഈസ് യൂസ് ടു മോണിറ്റർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വെദർ an exception has occurred or not. Catch is used to catch the exception object that may occur in a try block. Throw is used to throw an exception object explicitly by a user. That is actually used for program code debugging. And the fourth is throws. Throws is used to
inform the callers regarding the checked exception that may occur in a method. അഞ്ചാമത്തെ finally is to create a block of statements that should execute regardless of any exceptions. അപ്പം ഇങ്ങനെയുള്ള ഈ 5 കീവേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമ്മൾ നടത്തുന്നത്.